ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 100 കറണ്ട് അഫയേഴ്സിൻ്റെ ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ പോയിന്റ്, എന്തുകൊണ്ട് കേരയിൽ എന്ന പുസ്തകം ആരുടേതാണ്? ആരുടെയാ? ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ആണ് കേട്ടോ. ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ആണ് എന്തുകൊണ്ട് കേരയിൽ. അവിടെ നമുക്ക് അസോസിയേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സുകളുണ്ട്. കേരളിൻ്റെ ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്? 532 കിലോമീറ്റേഴ്സ്. എത്രയാണ്? 532. എത്ര സ്റ്റേഷൻസ് ആണ്? 11 സ്റ്റേഷൻസ് ആണ് കേട്ടോ. എത്ര സ്റ്റേഷൻസ് ആണ്? 11. കേരളിൻ്റെ MD ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അജിത് കുമാർ. ആരാണ്? അജിത് കുമാർ. അപ്പോൾ എന്തുകൊണ്ട് കേരയിൽ ആരുടെ ബുക്കാണ്? ഡോക്ടർ തോമസ് ഐസക്. കേരളിലെ ഡിസ്റ്റൻസ് 532 കിലോമീറ്റർ, സ്റ്റേഷൻസ് 11. അതേപോലെ തന്നെ കേരളിൻ്റെ MD ചോദിക്കുകയാണെങ്കിൽ അജിത് കുമാർ. ഓക്കെ. അടുത്തത്, ഹൂ വൺ ബെസ്റ്റ് ഡയറക്ടർ അറ്റ് ദി ഓസ്കർ 2022? 94th ഓസ്കർ ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യം നടന്നത്. അതിലെ ബെസ്റ്റ് ഡയറക്ടർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജെയിൻ ക്യാമ്പ്യൻ ആണ്. ആരാണ്? ജെയിൻ ക്യാമ്പ്യൻ. അപ്പം ആ ഒരു ഫിലിം ചോദിക്കുകയാണെങ്കിൽ ദ പവർ ഓഫ് ദി ഡോഗ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലാണ് ബെസ്റ്റ് ഡയറക്ടറായിട്ട് ജെയിൻ ക്യാമ്പ്യനെ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു സിനിമ വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു ചാമ്പ്യൻ എന്നൊക്കെ പറയുന്നത് ഡയറക്ടർ അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഹൂ വൺ ദി ബെസ്റ്റ് ഡയറക്ടർ അറ്റ് ദി ഓസ്കർ 2022? 94th ആണ്. അപ്പോൾ ഈവൻ നമ്പേഴ്സ് ആണെന്ന് ആലോചിക്കുക. ഇവിടെ 2, ഇവിടെ 4 കേട്ടോ. ജെയിൻ ക്യാമ്പ്യൻ, ദ പവർ ഓഫ് ദി ഡോഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ബഹുമുഖ നാവിക അഭ്യാസമായിട്ടുള്ള മിലൻ 2022ൻ്റെ വേദി. മിലൻ 2022ൻ്റെ വേദി എവിടെയാണ്? വിശാഖപട്ടണം. ഓക്കെ, വിശാഖപട്ടണം. മിലൻ എന്ന് പറയുമ്പോൾ നമുക്ക് വാട്ടർ മെലൺ ആലോചിക്കാം അല്ലേ. വാട്ടർ മെലൺ നമുക്ക് വിശക്കുമ്പോഴൊക്കെ നമ്മൾ കഴിക്കും എന്നൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ വിശാഖപട്ടണം, മിലൻ 2022. അടുത്ത ചോദ്യം, 2022 റിസർവ് ബാങ്ക് രൂപീകരിച്ച പുതിയ വകുപ്പിൻ്റെ പേരെന്താണ്? 2022 റിസർവ് ബാങ്ക് രൂപീകരിച്ച പുതിയ വകുപ്പിൻ്റെ പേര് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിൻടെക് ആണ് കേട്ടോ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിൻടെക്. ഫിനാൻഷ്യൽ എന്നൊക്കെ പറയില്ല, അങ്ങനെ ഫിൻടെക്. ഓക്കെ. ഇനി ഫിൻടെക് മേഖലയിലെ നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് RBI, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിൻടെക് എന്ന പേരിൽ ഒരു പുതിയ വകുപ്പ് രൂപീകരിച്ചു. കിട്ടിയല്ലോ. അടുത്ത്, എൽദോസ് പോൾ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ട്രിപ്പിൾ ജമ്പാണ് അല്ലേ. എൽദോസ് പോൾ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രിപ്പിൾ ജമ്പാണ് കേട്ടോ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയിട്ടുള്ള മലയാളി എൽദോസ് പോൾ. ഓക്കെ, എൽദോസ് പോൾ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രിപ്പിൾ ജമ്പ് അല്ലേ. എത്ര ഡിസ്റ്റൻസാണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് കോമൺവെൽത്ത് ഗെയിംസിൽ കേട്ടോ? എത്രയാണ്? 17.03 മീറ്റർ ആണ്. എത്രയാണ്? 17.03 മീറ്റർ. 2ാം സ്ഥാനത്തായിട്ടുള്ളത് അബൂബക്കർ ആണ് കേട്ടോ, മലയാളി തന്നെ. എത്ര ഡിസ്റ്റൻസാണ്? 17.02 മീറ്റർ ആണ്. ഓക്കെ. സിൽവർ മെഡൽ കിട്ടിയിട്ടുള്ളത് അബൂബക്കറിന്. സെയിം ഇവൻറ്റ് തന്നെ കേട്ടോ, ട്രിപ്പിൾ ജമ്പ് തന്നെയാണ്. അതിൽ സെക്കൻഡ് കിട്ടിയിട്ടുള്ളത് അബൂബക്കറാണ്. അടുത്തത്, ഇന്ത്യയിൽ ആദ്യ ഒമിക്രോൺ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത് രാജസ്ഥാനിലാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യ ഒമിക്രോൺ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത് എവിടെയാണ്? രാജസ്ഥാൻ. രാജസ്ഥാൻ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. 2022 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വിന്നർ ചോദിക്കുകയാണെങ്കിൽ ആശാ പരേഖ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 2022 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ടുള്ളത് ആശാ പരേഖ്. ഓക്കെ. അപ്പോൾ ദാദ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഗുണ്ട ദാദ ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ദാദയൊക്കെ വന്ന് നമുക്കൊരു പരിക്ക് വരും എന്നൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ. ആശാ പരേഖ്. അധ്യാപകരെ അഭിസംബോധന ചെയ്യുന്നതിൽ ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവന്ന കേരളത്തിലെ ആദ്യ സ്കൂൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓലശ്ശേരി സ്കൂളാണ്. പാലക്കാട് ജില്ലയിലെ ഓലശ്ശേരി സ്കൂൾ കേട്ടോ. അപ്പോൾ എന്താണ് അവിടുത്തെ ഇമ്പോർട്ടൻസ്? ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവന്നിട്ടുള്ള കേരളത്തിലെ ആദ്യ സ്കൂളാണ് കേട്ടോ ഓലശ്ശേരി സ്കൂൾ. അപ്പോൾ ഒരു ഓലയൊക്കെ മേഞ്ഞിട്ടുള്ള ഒരു സ്കൂളാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. പാലക്കാട് ജില്ലയിലെ. ദുഃഖം എന്ന വീട് ആരുടെ കവിതയാണ്? K. സച്ചിദാനന്ദൻ. ദുഃഖം എന്ന വീട്. അപ്പോൾ ദുഃഖമാണെങ്കിലും പിന്നീട് ആനന്ദം വരും എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. K. സച്ചിദാനന്ദൻ, ആനന്ദം. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. രാജ്യത്തെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് ഏതാ? കുമ്പളങ്ങിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യത്തെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് കുമ്പളങ്ങി. ഇന്ത്യയിലെ ആദ്യ പാരാ ബാഡ്മിൻ്റൺ അക്കാഡമി ആരംഭിച്ചത് ലക്നൌവിലാണ് കേട്ടോ. എവിടെയാണ്? ലക്നൗ. പാരാ ബാഡ്മിൻ്റൺ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര ലക്കായി എന്നൊക്കെ ആലോചിക്കാം കേട്ടോ. ലക്നൗ ആണ്. ഓക്കെ. ദക്ഷിണേന്ത്യയിലെ ആദ്യ റബ്ബർ ചെക്ക് ഡാം നിർമ്മിച്ച എവിടെയാണ്? എവിടെയാണ്? കാസർഗോഡാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ റബ്ബർ ചെക്ക് ഡാം നിർമ്മിച്ച എവിടെയാണ്? കാസർഗോഡ്. റബ്ബറിനൊക്കെ നല്ല കാശാണെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. കാസർഗോഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നേക്കാൾ മുമ്പ് നമുക്കൊരു എഡ്യൂക്കേഷണൽ ആപ്പ് പരിചയപ്പെടാം കേട്ടോ. ഈ എഡ്യൂക്കേഷണൽ ആപ്പിൻ്റെ പേര് എജുമണി എന്നാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും കൊടുത്തിട്ടുണ്ടോ. നമുക്കറിയാം ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം ആണെങ്കിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെയാണോ നമ്മൾ പഠിച്ചിട്ടുള്ളത് അതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ഈ ഒരു ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താ? മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏത് സബ്ജക്റ്റിലാണ് വീക്കായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിലാണ് നമ്മൾ വീക്ക് എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു ടോപ്പിക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും കൂടി ഉണ്ട്.
ഇതേപോലെ ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ കറണ്ട് അഫയേഴ്സ് 2022 കറണ്ട് അഫയേഴ്സ് ടോപ്പിക് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ടോപ്പിക് വൈസ് ആയിട്ടും നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ടൈം സെറ്റ് ചെയ്ത് പഠിക്കാം. ഇപ്പോൾ 3 മിനിറ്റിൽ നമുക്ക് 13 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ടൈം സെറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഇതേപോലെ ടൈം സെറ്റ് ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയുക ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റും. പിന്നെ നമ്മൾ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു ഗോൾ സെറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന ഒരുപാട് എക്സാമുകളുണ്ടല്ലോ. നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം, അതുപോലെ തന്നെ 10th ലെവൽ മെയിൻ എക്സാം. അപ്പം ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമിൻ്റെ പേപ്പേഴ്സ് ഉണ്ട്. ആ പേപ്പേഴ്സൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. PYQൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് ഒക്കെ അറിയാലോ. അപ്പം മാക്സിമം നമ്മൾ PYQ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കോർസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ലീഡർ ബോർഡ് ഉണ്ട് കേട്ടോ. ഇതേപോലെ അപ്പോൾ നമ്മളും ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെയും അവരുടെയൊക്കെ പോയിന്റ്സ് ഒക്കെ ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യും. നമ്മൾ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലീഡർ ബോർഡ് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് ഒരു ഹെൽത്തി കോമ്പറ്റീഷനൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ എഴുതിയിട്ടുള്ള എക്സാമിൻ്റെ മാർക്സും പോയിന്റ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ പെർഫോമൻസ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസും കൂടി തരുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടെ ഈ ഒരു ആപ്പിനകത്തുണ്ട് കേട്ടോ. പിന്നെ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് കൗണ്ട് ഡൗൺ ടൈമറാണ്. അതായത് ഇപ്പോൾ നമ്മൾ LDC മെയിൻ എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ ഒരു എക്സാമിന് മുമ്പ് നമുക്കിങ്ങനെ കൗണ്ട് ഡൗൺ ടൈമർ വരും. അതായത് നമ്മുടെ മെയിൻ സ്ക്രീനിൽ തന്നെ ഇതേപോലെ എത്ര ദിവസം ഉണ്ട് എക്സാമിന് മുമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ നമുക്കൊരു റിമൈൻഡറാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ദിവസമൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു എക്സാം പഠിക്കാനുള്ളൊരു എന്താ പറയുക ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അതേപോലെയുള്ള കൗണ്ട് ഡൗൺ ടൈമർ ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏത് ടൈമിലാണോ പഠിക്കേണ്ടത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ടൈം സെറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ റിമൈൻഡ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ 7 മണിക്കാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ 7 മണിയാകുമ്പോഴേക്കും ഇത് റിമൈൻഡ് ചെയ്യിപ്പിക്കും ടൈമായി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അത്രയും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസും അതുപോലെ തന്നെ മെയിൻ എക്സാമിനൊക്കെ മുമ്പ് നിങ്ങൾ മാക്സിമം ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഞാൻ കമൻറ്റായിട്ട് പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. അടുത്തത് ട്രീസ ജോളി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് ഇവൻ്റാണ്? ബാഡ്മിൻ്റൺ ആണ് കേട്ടോ. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ ബാഡ്മിൻ്റൺ ഡബിൾസിൽ ബ്രോൺസ് മെഡലാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ മിക്സഡ് ടീം ഇവൻറ്റിനകത്ത് സിൽവറാണ് കിട്ടിയിട്ടുള്ളത്. ആ പോയിന്റും കൂടെ ഓർത്ത് വയ്ക്കുക. കാരണം പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരാം. അപ്പോൾ പോയിന്റ്സുകളൊക്കെ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പോകാം കേട്ടോ. ട്രീസ ജോളി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിൻ്റൺ. ഓക്കെ. കടുത്ത ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് കേരള സർക്കാരിൻ്റെ മൈക്രോ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനത്തെ ആദ്യ ജില്ല ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കോട്ടയം ജില്ലയാണ്. ഓക്കെ, കോട്ടയം. കടുത്ത ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് കേരള സർക്കാരിൻ്റെ മൈക്രോ പദ്ധതി നടപ്പിലാക്കിയുള്ള സംസ്ഥാനത്തെ ആദ്യ ജില്ലയാണ് കോട്ടയം. ഓക്കെ, കോട്ടയം. വില്ലേജ് ഓഫീസ് തലം മുതൽ ജില്ലാ കളക്ടറേറ്റ് വരെ പൂർണ്ണമായിട്ടും ഫയൽ സംവിധാനത്തിലേക്ക് മാറിയിട്ടുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ ജില്ല ചോദിക്കുകയാണെങ്കിൽ വയനാട് ജില്ല. വയനാട്ടിലെ ആൾക്കാരൊക്കെ കുറവല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ വില്ലേജ് ഓഫീസിലെയും കളക്ടറേറ്റിലൊക്കെ ഫയൽസൊക്കെ ഫയലാക്കി എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഏത് ജില്ലയാണ്? വയനാട് ജില്ല. അടുത്ത പോയിന്റ് നോക്കാം. R നാഗസ്വാമി ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? പുരാവസ്തു ഗവേഷണമാണ് കേട്ടോ. ഏത് മേഖലയാണ്? പുരാവസ്തു ഗവേഷണം. ഓക്കെ, അപ്പോൾ R നാഗസ്വാമിക്ക് 2018 പത്മഭൂഷൺ അവാർഡും കൂടെ കിട്ടിയിട്ടുണ്ട്. ആ പോയിന്റും കൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ R നാഗസ്വാമി ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പുരാവസ്തു ഗവേഷണം. ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുരാവസ്തു ഗവേഷണമൊക്കെ നടത്തുന്ന സമയത്ത് അവിടെ ഒരു നാഗത്തിനൊക്കെ കണ്ടുവന്ന് ജസ്റ്റ് കണക്ട് ചെയ്തേക്കാം കേട്ടോ. R നാഗസ്വാമി ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പുരാവസ്തു ഗവേഷണം. ഓക്കെ, 2018 പത്മഭൂഷൺ അവാർഡും കൂടെ കിട്ടിയിട്ടുണ്ട്. റഷ്യൻ യുദ്ധത്തെ തുടർന്ന് യുക്രൈനിലുള്ള ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുന്നതിന് ഇന്ത്യ നടത്തുന്ന രക്ഷാദൗത്യം ഏതാണ്? ഓപ്പറേഷൻ ഗംഗയാണ്. ഓക്കെ, റഷ്യൻ യുദ്ധത്തെ തുടർന്ന് യുക്രൈനിലുള്ള ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള ഇന്ത്യ നടത്തുന്ന രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. അടുത്ത ചോദ്യം നോക്കാം. യുക്രൈനിൻ്റെ പ്രസിഡന്റ് ആരാണ്? വ്ളാഡിമിർ സെലൻസ്കി ആണ് കേട്ടോ. ആരാണ്? വ്ളാഡിമിർ സെലൻസ്കി. അപ്പോൾ നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് യുക്രൈൻ എന്ന് പറയുമ്പോഴല്ലോ നമുക്കൊരു ക്രെയിൻ ആലോചിക്കാം. ഈ ക്രെയിനൊക്കെ ഒരു കീ ഉണ്ടെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സെലസ്കി എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാം. 68ാമത്തെ നാഷണൽ ഫിലിം അവാർഡിലെ മികച്ച നടന്മാർ ആരൊക്കെയാണ്? 2 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അജയ് ദേവ്ഗനും സൂര്യയും. നമ്മളപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. 68ാമത്തെ നാഷണൽ ഫിലിം അവാർഡിലെ മികച്ച നടന്മാർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മികച്ച നടൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അജയ് ദേവ്ഗനും സൂര്യയും. 68ാമത്തെ നാഷണൽ ഫിലിം അവാർഡിലെ ബെസ്റ്റ് ഡയറക്ടർ ആരാണ്? KR സച്ചിദാനന്ദനാണ് കേട്ടോ. KR സച്ചിദാനന്ദനാണ്. ഫിലിം ചോദിക്കുകയാണെങ്കിൽ അയ്യപ്പനും കോശിയും. ഓക്കെ, അടുത്ത ചോദ്യം. സെബിയുടെ ആദ്യ വനിതാ ചെയർപേഴ്സണായിട്ട് നിയമിതയായത് ആരാണ്? മാധബി പുരിബുച്ച് ആണ് കേട്ടോ. ആരാണ്? മാധബി പുരിബുച്ച്. സെബിയുടെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ചെയർപേഴ്സണായിട്ട് നിയമിതയായത്
മാധബി പുരിഭുജ്. 2022 ബാലാമണി അമ്മ പുരസ്കാരം നേടിയത് MK സാനു. 2022 ബാലാമണി അമ്മ, അമ്മയും മകനും എന്നൊക്കെ പറഞ്ഞില്ലേ, MK എന്ന് പറയുമ്പോൾ മകൻ എന്ന് ആലോചിക്കട്ടോ, MK സാനു ആണ്. ഓക്കെ, MK സാനു. 2022 പൂന്താനം ജ്ഞാനപാന പുരസ്കാരം നേടിയത് ആരാണ്? K ജയകുമാർ ആണ്. ഓക്കെ, 2022 ജ്ഞാനപാന പുരസ്കാരം നേടിയത് K ജയകുമാർ. അപ്പോൾ ജ്ഞാനം ഉണ്ടെങ്കിൽ എന്തായാലും ജയിക്കും എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. K ജയകുമാർ. 2021 ആരായിരുന്നു? ശ്രീദേവി ആയിരുന്നു അല്ലേ. വേൾഡ്സ് ഫസ്റ്റ് ഗ്ലേസിയർ റോഡ് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലഡാക്കിലാണ് കേട്ടോ. ലോകത്തിലെ ആദ്യത്തെ ഗ്ലേസിയർ റോഡ് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലഡാക്കിലാണ്. അടുത്ത പോയിന്റ്, വേൾഡ്സ് ഹയസ്റ്റ് റെയിൽവേ ബ്രിഡ്ജ് ഏതാണ്? ചെനാബ് റെയിൽ ബ്രിഡ്ജ് ആണ് കേട്ടോ. അതിപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള റെയിൽവേ പാലമായിട്ട് ഇത് വരും കേട്ടോ, ചെനാബ് റെയിൽ ബ്രിഡ്ജ്. ഓക്കെ, വേൾഡ്സ് ഹയസ്റ്റ് റെയിൽവേ ബ്രിഡ്ജ് ചോദിക്കുകയാണെങ്കിൽ ചെനാബ് റെയിൽ ബ്രിഡ്ജ്. സ്ത്രീ പീഡനം, സ്ത്രീധനം എന്നിവയ്ക്കെതിരെ കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് സ്ത്രീപക്ഷ നവകേരളം. ഏതാണ്? സ്ത്രീപക്ഷ നവകേരളം. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാ? നിമിഷ സജയൻ അല്ലേ. അപ്പോൾ സ്ത്രീ പീഡനം, സ്ത്രീധനം എന്നിവയ്ക്കെതിരെ കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് സ്ത്രീപക്ഷ നവകേരളം. അടുത്തത്, മങ്കാദിംഗ് നിയമം ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ക്രിക്കറ്റാണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മങ്കാദിംഗ് നിയമം ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റാണ് കേട്ടോ. അടുത്ത ചോദ്യം, 2022 സന്തോഷ് ട്രോഫി ജേതാക്കൾ ആരാണ്? നമ്മുടെ കേരളമാണ്. 2022 സന്തോഷ് ട്രോഫി ജേതാക്കൾ ആരാണ്? കേരളം സന്തോഷമായി എന്നൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. സന്തോഷ് ട്രോഫി കേരളം. അപ്പോൾ വെസ്റ്റ് ബംഗാളിനെ തോപ്പിച്ചുകൊണ്ടാണ്, 5-4 ആയിരുന്നു കേട്ടോ പെനാൽറ്റിയിൽ, തോപ്പിച്ചുകൊണ്ടാണ് കേരളം സന്തോഷ് ട്രോഫി വിന്നേഴ്സ് ആയത്. അപ്പോൾ സ്റ്റേഡിയം ചോദിക്കുകയാണെങ്കിൽ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയമാണ് കേട്ടോ. എവിടെയാണ്? മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം. അടുത്ത പോയിന്റ്, പൂർണ്ണമായും പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തിയിട്ടില്ല സംസ്ഥാനത്തെ ആദ്യ ആദിവാസി പഞ്ചായത്ത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നൂൽപ്പുഴയാണ് കേട്ടോ. അപ്പം പൂർണ്ണമായിട്ടും പ്രതിരോധ കുത്തിവയ്പ്പ്, കോവിഡിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തിയിട്ടില്ല സംസ്ഥാനത്തെ ആദ്യ ആദിവാസി പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ നൂൽപ്പുഴ. അപ്പോൾ കുത്തിവയ്പ്പ് വാക്സിനേഷനൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ നൂല് വരുന്ന പോലെ മെഡിസിനൊക്കെ വരും അല്ല, നൂൽപ്പുഴ എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും ലാഭമുള്ള പൊതുമേഖലാ സ്ഥാപനം ചോദിക്കുകയാണെങ്കിൽ KSFE ആണ് കേട്ടോ. ഏതാണ്? KSFE. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും ലാഭമുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് KSFE. 52ാമത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിലെ മികച്ച ചിത്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആവാസവ്യൂഹമാണ്. ഏതാണ്? ആവാസവ്യൂഹം. അതിൻ്റെ ഡയറക്ടർ കൃഷാന്ത് RK ആണ്. ആരാണ്? കൃഷാന്ത് RK. ഓർത്ത് വയ്ക്കുക. 52ാമത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിലെ ബെസ്റ്റ് ഫിലിം ചോദിക്കുകയാണെങ്കിൽ ആവാസവ്യൂഹം. അതിൻ്റെ ഡയറക്ടർ ആരാണ്? കൃഷാന്ത് RK കേട്ടോ. കൃഷാന്ത് RK. ജലസ്രോതസ്സുകളിൽ മലിനീകരണ നിയന്ത്രണത്തിനുള്ള ക്യാമ്പയിൻ ഏതാണ്? തെളിനീർ ഒഴുകും നവകേരളം. ജലസ്രോതസ്സുകളിൽ മലിനീകരണ നിയന്ത്രണത്തിനുള്ള ക്യാമ്പയിൻ ഏതാണ്? തെളിനീർ ഒഴുകും നവകേരളം. ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ട 2021 ആഗോള സന്തോഷ സൂചികയിൽ തുടർച്ചയായിട്ട് 5ാം തവണയും 1ാം സ്ഥാനം നിലനിർത്തിയിട്ടുള്ള രാജ്യം ഫിൻലാൻഡ് ആണ്. ഓക്കെ, അപ്പോൾ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 5ാം തവണ 2021 5ാം തവണയും ഫസ്റ്റ് പൊസിഷനിൽ വന്നിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഫിൻലാൻഡ്. അപ്പോൾ ഹാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? ആർ യു ഹാപ്പി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയില്ലേ ഫൈൻ എന്ന് പറയില്ലേ, അങ്ങനെ ഫിൻലാൻഡ്, ഫിൻലാൻഡ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഇന്ത്യയുടെ പൊസിഷൻ 136 ആണ് കേട്ടോ. എത്രയാണ്? 136. അടുത്ത പോയിന്റ് നോക്കാം. അന്തരിച്ച സിനിമാ താരം KPC ലളിതയുടെ യഥാർത്ഥ പേര് ഏതാണ്? മഹേശ്വരി അമ്മ. ഏതാണ്? മഹേശ്വരി അമ്മ. അമ്മ റോളിലല്ലേ മിക്കവാറും ഉണ്ടാവുന്നത്, മഹേശ്വരി അമ്മ കേട്ടോ. അതുപോലെ തന്നെ ആത്മകഥ ചോദിക്കുകയാണെങ്കിൽ കഥ തുടരും. ഏതാണ്? കഥ തുടരും. അതിനൊപ്പം തന്നെ പഠിച്ചു വെച്ചേക്കുക നെടുമുടി വേണുവിൻ്റെ ആത്മകഥ ചോദിക്കുകയാണെങ്കിൽ തമ്പാണ് കേട്ടോ. എന്താണ്? തമ്പ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ, തമ്പ്. അടുത്ത പോയിന്റ് നോക്കാം. 2020-2021 മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പെരുമ്പടപ്പാണ് കേട്ടോ. 2020-2021 മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. അപ്പോൾ നമുക്ക് കണക്ഷന് വേണ്ടിയിട്ട് ഒരു പെരുമ്പാമ്പൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ബ്ലോക്ക് വന്നൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. പെരുമ്പാമ്പ്, അങ്ങനെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത്. പിന്നെ വർഷം ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാമ്പ് ഇങ്ങനെ ഒന്ന് പോലത്തെ പാമ്പാണെന്നൊന്ന് കണക്ട് ചെയ്യുക കേട്ടോ. പാമ്പ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 2021 2020 കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മികച്ച ഗ്രാമപഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മുളന്തുരുത്തിയാണ് അല്ലേ. ഗ്രാമങ്ങളിലൊക്കെയാണ് മുളയൊക്കെ ഉണ്ടാവുന്നത്, അങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് ആണ്, കൊച്ചിയിലെ അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. അതുപോലെ തന്നെ വിദ്യാധർ ഹർക്കെ ആണ് അതിൻ്റെ കമാൻഡിങ് ഓഫീസർ കേട്ടോ. ആരാണ്? വിദ്യാധർ ഹർക്കെ. അടുത്ത പോയിന്റ്, സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള OTT പ്ലാറ്റ്ഫോം ഏതാണ്? ഓവർ ദി ടോപ്പ് പ്ലാറ്റ്ഫോം ഏതാണ്? സി സ്പേസ് ആണ് കേട്ടോ. ഏതാണ്? സി സ്പേസ്. അടുത്ത പോയിന്റ്, നിലവിൽ 15ാം നിയമസഭയിലെ വനിതകളുടെ എണ്ണം എത്രയാണ്? 12 ആണ് അല്ലേ. ഉമ്മ തോമസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും 12ആയി. 11 എന്നുള്ളത് 12ആയി.
അപ്പോൾ തൃക്കാക്കര മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചിട്ടാണ് ഉമ തോമസ് വന്നിട്ടുള്ളതെന്ന് ഓർത്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ നമ്മുടെ മുൻ MLA ആയിട്ടുള്ള PT തോമസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ADBയും പ്രത്യയ ശാസ്ത്രങ്ങളും. ADBയും പ്രത്യയ ശാസ്ത്രങ്ങളും ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. IIFK 2022 മികച്ച സംവിധായകനുള്ള രജത ചകോരം കിട്ടിയിട്ടുള്ളത് ഇനേസ് ബാരിയോ നുയേവോനാണ് കേട്ടോ. ആർക്കാണ്? ഇനേസ് ബാരിയോ നുയേവോ. ഓക്കെ, അപ്പോൾ ഏതാ ഫിലിം? കമീല കംസ് ഔട്ട് ടു നൈറ്റ്. ഓക്കെ, മികച്ച സംവിധായകനാണ്. ഡയറക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭാരിച്ച പണിയൊക്കെ ആയിരിക്കില്ലേ, ബാരിയോ കേട്ടോ. ഇനേസ് ബാരിയോ നുയേവോ. ഈ ബാരിയോ എന്നുള്ള വാക്കെങ്കിലും ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ IIFK 2022 മികച്ച സംവിധായകനുള്ള രജത ചകോരം കിട്ടിയിട്ടുള്ളത് ഇനേസ് ബാരിയോ നുയേവോ. അതുപോലെ തന്നെ അവിടെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന പോയിന്റ്സ്, ഓഡിയൻസ് പോൾ അവാർഡ് നേടിയിട്ടുള്ള ചിത്രം പെബിൾസ് ആണ്. ഓക്കെ, കൂഴങ്ങളാണ് കേട്ടോ. ഓഡിയൻസ് പോൾ അവാർഡ് നേടിയിട്ടുള്ള ചിത്രം കൂഴങ്ങൾ അല്ലെങ്കിൽ പെബിൾസ് ആണ്. ഇപ്പോൾ ഓഡിയൻസിന് സിനിമയൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ കല്ലൊക്കെ വലിച്ചെറിയും അല്ലേ, അങ്ങനെ നമുക്ക് പെബിൾസ് ആലോചിക്കാമല്ലോ, കൂഴങ്ങൾ കേട്ടോ. അതേപോലെ തന്നെ മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളതും പെബിൾസിന് തന്നെയാണ്. അപ്പോൾ വേണമെങ്കിൽ പ്രസ്താവന തരത്തിലുള്ള ചോദ്യം വരാം, ശ്രദ്ധിച്ചേക്കുക. മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് അവാർഡ്, നമുക്ക് ഈ പെബിൾസ് ഒക്കെ വാങ്ങുന്നത് ഒരു പാക്കറ്റിലാണ് വാങ്ങണമെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. നെറ്റ്പാക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത് പെബിൾസിന് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 29ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ള ആർക്കാണ്? P. വത്സലയ്ക്കാണ്. ഓക്കെ, P. വത്സല, എഴുത്തച്ഛൻ. അച്ഛന് ഭയങ്കര വാത്സല്യമാണെന്നൊക്കെ കണക്ട് ചെയ്ത് വെച്ചേക്കാം. P. വത്സല. ഓക്കെ, ഈ 9 മാറ്റിക്കഴിഞ്ഞാൽ തിരിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് P പോലെ വരില്ല, അങ്ങനെ 29 P. വത്സല എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. സ്വന്തമായിട്ട് ഇന്റർനെറ്റ് സേവനം ലഭ്യമായ ഇന്ത്യയിലെ ആദ്യത്തെയും ഏകവുമായിട്ടുള്ള സംസ്ഥാനം ഏതാ? കേരളമാണ്. അപ്പോൾ കേരളത്തിലാണ് സ്വന്തമായിട്ട് ഇന്റർനെറ്റ് സേവനം ലഭ്യമായിട്ടുള്ള ഇന്ത്യയിലെ സംസ്ഥാനം. അപ്പോൾ KFON പദ്ധതി പ്രകാരമാണ് അല്ലേ. KFONന്റെ ഫുൾ ഫോം എന്താ? കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ആണ്. അപ്പോൾ ഈ ഒരു സ്കീം അനുസരിച്ചിട്ട് BPL ഫാമിലീസിനൊക്കെ ഫ്രീ ഇൻ്റർനെറ്റ് കൊടുക്കുന്ന ഒരു സ്കീമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസസിൽ ഒരു 30,000 ഗവൺമെൻറ് ഓഫീസസിലൊക്കെ ഫ്രീ ആയിട്ട് ഇൻ്റർനെറ്റ് കൊടുക്കുന്ന ഒരു സ്കീമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചേക്കുക, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. 2021 വയലാർ അവാർഡ് വിന്നർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ബെന്യാമിൻ ആണ് കേട്ടോ. 2021 ബെന്യാമിൻ ആണ്. 2022 S. ഹരീഷാണ്. അപ്പോൾ ബെന്യാമിന് ഈ ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ള കൃതി ചോദിക്കുകയാണെങ്കിൽ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളാണ്. ഓക്കെ, അപ്പോൾ വയലിൽ ഒരു ബനീനൊക്കെ ഇട്ട് പോയി എന്ന് ആലോചിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു മാവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2022 കിട്ടിയിട്ടുള്ളത് S. ഹരീഷിനാണ്. മീശ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ONV ലിറ്റററി അവാർഡ് 2022 ജേതാവ് ആരാണ്? T. പത്മനാഭൻ. ONV ലിറ്റററി അവാർഡ് 2022 ജേതാവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ T. പത്മനാഭനാണ് കേട്ടോ. അടുത്ത പോയിന്റ്, 2022 ജൂണിൽ അന്തരിച്ച ഭജൻ സോപാരി ഏത് വാദ്യോപകരണമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സന്തൂറാണ്. ഓക്കെ, 2022 ജൂണിൽ അന്തരിച്ചിട്ടുള്ള ഭജൻ സോപാരി ഏത് വാദ്യോപകരണമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സന്തൂർ. അപ്പോൾ നമ്മുടെ സന്തൂർ സോപ്പ് എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. സോപ്പ്, സോപാരി, സന്തൂർ. നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായിട്ട് വികസിപ്പിച്ച അത്യാധുനിക സൂപ്പർ കമ്പ്യൂട്ടർ ഏതാ? പരം ആനന്ദ്. ഏതാണ്? പരം ആനന്ദ് 8000 കേട്ടോ. 2022 മെയ്യിൽ നിലവിൽ വന്ന ലോകത്തിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറാണ് ഫ്രോണ്ടിയർ US. മുമ്പ് ഏതായിരുന്നു? ഫുഗാക്കു ആയിരുന്നു, ജപ്പാൻ്റെ അല്ലേ. ഇപ്പോൾ ഏതാണ്? ഫ്രോണ്ടിയർ US-ൻ്റെ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ആരുടെയാണ്? US. ഫുഗാക്കു ജപ്പാൻ്റെ ആണ്. അടുത്തത്, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം 2021 ലഭിച്ചിട്ടുള്ളത് ദിമിത്രി മുറോഡോവിനും അതുപോലെ തന്നെ മരിയ റസ്സയ്ക്കുമാണ് കേട്ടോ. സമാധാനം. ഓക്കെ, സമാധാനം കിട്ടുന്നത് മിത്രങ്ങൾ അടുത്തുള്ള ഇപ്പോൾ ഒന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ മിത്രങ്ങളൊക്കെ റഷ്യ ഇതൊക്കെ വരും എന്ന് കണക്ട് ചെയ്യാം. റഷ്യ, മരിയ റസ്സ. ഓക്കെ, അപ്പോൾ മിത്രങ്ങളുണ്ടെങ്കിൽ സമാധാനം വരും. അതുപോലെ തന്നെ റെസ്റ്റ് എടുത്താലും സമാധാനം കിട്ടും. ഓക്കെ, റസ്സ. ഫിലിപ്പൈൻസ് ആണ് കേട്ടോ, ഫിലിപ്പൈൻസ്. കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പോക്സോ കോടതി നിലവിൽ വന്നിട്ടുള്ളത് കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പോക്സോ കോടതി നിലവിൽ വന്നിട്ടുള്ള എവിടെയാണ്? കൊച്ചിയിലാണ്. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ A++ ഗ്രേഡ് ലഭിച്ചിട്ടുള്ള കേരളത്തിലെ സർവകലാശാല ചോദിക്കുകയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയാണ്. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ A++ ഗ്രേഡ് ലഭിച്ചിട്ടുള്ള കേരളത്തിലെ സർവകലാശാല ഏതാണ്? കേരള യൂണിവേഴ്സിറ്റി കേട്ടോ. അടുത്ത ചോദ്യം, 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? സ്വീഡൻ ആണ് കേട്ടോ. 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? സ്വീഡൻ. പരിസ്ഥിതി ദിനം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീടൊക്കെ ക്ലീൻ ആക്കി എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. സ്വീഡ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. സ്വീഡൻ. അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയിട്ടുള്ള ഇന്ത്യൻ രൂപ 20 രൂപയാണ് കേട്ടോ. അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയിട്ടുള്ള ഇന്ത്യൻ രൂപ 20 രൂപ. 49ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ UU ലളിതാണ്. ഓക്കെ, 49ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? UU ലളിതാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ലളിതമായിട്ടുള്ള ഒരു ചീഫ് ജസ്റ്റിസ് ആണെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ VP മഹാദേവൻ പിള്ള
കേരള യൂണിവേഴ്സിറ്റി, കേരളത്തിലെ ആൾക്കാരൊക്കെ കുറേ മഹാന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടെന്നൊക്കെ ഓർത്ത് വയ്ക്കുക. വി പി മഹാദേവൻ പിള്ള, കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാണ് വി പി മഹാദേവൻ പിള്ള. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക് കനുങ്കു ആണ് കേട്ടോ. പ്രിയങ്ക് കനുങ്കു ആണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ്. ദേശീയ ബാലാവകാശം, ബാലന്മാരൊക്കെ നമുക്ക് ഭയങ്കര പ്രിയമാണെന്ന് കണക്ട് ചെയ്യുക. പ്രിയങ്ക് കനുങ്കോ, പ്രിയങ്ക് കനുങ്കോ. 2021 സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ രാം ദർശ് മിശ്ര. ഓക്കെ, സരസ്വതി സമ്മാൻ വിന്നറാണ് രാം ദർശ് മിശ്ര. മേന്തോ യഹാൻഹും എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം സരസ്വതി എന്നൊക്കെ പറയുമ്പോൾ സരസ്വതിനൊക്കെ നമുക്കൊരു ദർശനം കിട്ടണം എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. രാം ദർശ് മിശ്ര. JC ഡാനിയൽ പുരസ്കാരം 2022 ജേതാവ് ആരാണ്? KP കുമാരനാണ്. ഓക്കെ, അപ്പോൾ JC ഡാനിയൽ പുരസ്കാരം 2022 ജേതാവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ KP കുമാരൻ. ഈ കുമാരന്മാരൊക്കെയാണ് ജേഴ്സി ഒക്കെ ഇട്ട് നടക്കണമെന്ന് ആലോചിക്കുക കേട്ടോ. കുമാരൻ, ജേഴ്സി, JC. ഓക്കെ, അതുപോലെ തന്നെ മലയാളം ഫിലിം മേക്കറാണ് KP കുമാരൻ. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഡയറക്ടർ ജനറൽ, അതായത് NIA ഡയറക്ടർ ജനറൽ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ദിൻകർ ഗുപ്തയാണ്. ദിൻകർ ഗുപ്ത. നാഷണൽ ഇൻവെസ്റ്റിഗേഷനൊക്കെ ദിനം തോറും ഒക്കെ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടക്കും അല്ലെ. ദിൻകർ ഗുപ്തയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത പോയിന്റ്, തോമസ് കപ്പ് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് 2022 വിന്നേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് കേട്ടോ. വേണമെങ്കിൽ ഇങ്ങനെയും ഒരു ചോദ്യം ചോദിക്കാം, തോമസ് കപ്പ് ഏത് ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ബാഡ്മിൻ്റൺ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് 2022 ജേതാവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഗീതാഞ്ജലി ശ്രീയും അതുപോലെ തന്നെ ഡെയ്സി റോക്ക്വെല്ലും ആണ് കേട്ടോ. ആരൊക്കെയാണ്? ഗീതാഞ്ജലി ശ്രീയും ഡെയ്സി റോക്ക്വെല്ലാണ്. അപ്പോൾ ഇന്ത്യൻ റൈറ്റർ ഗീതാഞ്ജലി ശ്രീ ആൻഡ് അമേരിക്കൻ ട്രാൻസ്ലേറ്റർ ഡെയ്സി റോക്ക്വെൽ വൺ ദി ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് ഫോർ ടോംബ് ഓഫ് സാൻഡനാണ്. അതും കൂടെ ഓർത്ത് വെക്കട്ടോ. ഏതാണ്? ടോംബ് ഓഫ് സാൻഡ്. ഓക്കെ, അപ്പോൾ ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഐശ്വര്യമല്ലേ, ശ്രീയായിട്ട് കണക്ട് ചെയ്യാലോ. ഓക്കെ, ഗീതാഞ്ജലി ശ്രീ, അതുപോലെ തന്നെ അമേരിക്കൻ ട്രാൻസ്ലേറ്റർ ആണ് ഡെയ്സി റോക്ക്വെൽ കേട്ടോ. നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആലോചിക്കാം കേട്ടോ. ട്രാൻസ്ലേറ്റർ ആണ് ഡെയ്സി റോക്ക്വെൽ. അടുത്ത പോയിന്റ്, കേരളത്തിലെ ആദ്യ ട്രൈബൽ നോവലിസ്റ്റ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ നാരായൺ ആണ് കേട്ടോ. അപ്പോൾ ഓദർ ഓഫ് കൊച്ചരുത്തി ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അദ്ദേഹം ഈ അടുത്ത് അന്തരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളാസ് ഫസ്റ്റ് ട്രൈബൽ നോവലിസ്റ്റ് ആണ് നാരായൺ. ഓക്കെ, കൊച്ചരേത്തി എൻ്റെ ഓദറാണ്. 2022 ഫ്രഞ്ച് ഓപ്പൺ വുമൻസ് സിംഗിൾ വിന്നർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇഗ സ്വിയാടെക്. നമ്മൾ കണക്ട് ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ളതാണ് ഗ്രാൻഡ് സ്ലാം അവാർഡ്സിനെ കുറിച്ച്. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞിരുന്നത് ഫ്രഞ്ച് ഓപ്പൺ അല്ലേ, ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഭയങ്കര സ്വാദാണെന്നൊക്കെ പറഞ്ഞിരുന്നു. സ്വിയാടെക്, ഇഗ സ്വിയാടെക്. US ഓപ്പൺ 2022 കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? ഇഗ സ്വിയാടെക്കിന് തന്നെയാണ് അല്ലേ. അടുത്ത പോയിന്റ് നോക്കാം. 2021 ബാലൻഡിയോ പുരസ്കാര ജേതാവ് ആരാണ്? ലയണൽ മെസ്സിക്കും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വനിതകളിൽ അലക്സിയ പുറ്റ്ലാസിനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2021 ബാലൻഡിയോ പുരസ്കാരം ലയണൽ മെസ്സിക്ക് 7ാമത്തെ പ്രാവശ്യമാണ് കിട്ടുന്നത് കേട്ടോ. എത്രാമത്തെ പ്രാവശ്യമാണ്? 7ാമത്തെ പ്രാവശ്യം എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. 2022 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ ജേതാവ് ആരാണ്? നീരജ് ചോപ്ര. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2022 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ ജേതാവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ നീരജ് ചോപ്ര. ഡിസ്റ്റൻസ് എത്രയാണ്? 88.39 മീറ്റർ ആണ്. ഓക്കെ, സിൽവർ മെഡലാണ് കിട്ടിയിട്ടുള്ളത്. 88.39 മീറ്റർ. ഫസ്റ്റ് വന്നിട്ടുള്ളത് ആൻഡേഴ്സൺ പീറ്റേഴ്സ് ആണ് കേട്ടോ. ആൻഡേഴ്സൺ പീറ്റേഴ്സ് ആണ് സ്വർണം കിട്ടിയിട്ടുള്ളത്. 89.91 മീറ്റർ ആണ് കേട്ടോ. ഇതിൻ്റെ വെന്യൂ US-ലാണ് കേട്ടോ. അടുത്ത പോയിന്റ്, 2021 ഫിഫ ബെസ്റ്റ് പ്ലെയർ അവാർഡ് കിട്ടിയിട്ടുള്ളത് റോബർട്ട് ലെവൻഡോസ്കിയാണ്. 2021 ഫിഫയുടെ ബെസ്റ്റ് പ്ലെയർ അവാർഡ് കിട്ടിയിട്ടുള്ളത് റോബർട്ട് ലെവൻഡോസ്കി. ഓക്കെ, അപ്പോൾ 11 പേരുടെ കളിയൊക്കെ ഒറ്റ ആൾ കളിച്ചു എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ റോബർട്ട് ലെവൻഡോസ്കി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പുരസ്കാരം ലഭിച്ചിട്ടുള്ള സംഘടന ചോല. ഓക്കെ, സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പുരസ്കാരം ലഭിച്ചിട്ടുള്ള സംഘടന ഏതാണ്? ചോലയാണ്. എയ്ഡ്സ് ചോര ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. 2021 എയ്ഡ്സ് പ്രമേയം എൻഡ് ഇനിക്വാലിറ്റീസ് എൻഡ് എയ്ഡ്സ് കേട്ടോ. എൻഡ് ഇനിക്വാലിറ്റീസ് എൻഡ് എയ്ഡ്സ്. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന SK പൊറ്റക്കാടിൻ്റെ നോവലാണ് ഒരു ദേശത്തിൻ്റെ കഥ. ഓക്കെ, സുവർണ ജൂബിലി ആഘോഷിക്കുന്ന SK പൊറ്റക്കാട്. ഓക്കെ, SK പൊറ്റക്കാട് നോവൽ ഏതാണ്? ഒരു ദേശത്തിൻ്റെ കഥ. അടുത്ത പോയിന്റ് നോക്കാം. 2021 വേൾഡ് അത്ലറ്റിക് ഇയർ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം അഞ്ജു ബോബി ജോർജ് കേട്ടോ. 2021 വേൾഡ് അത്ലറ്റിക് ഇയർ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് അഞ്ജു ബോബി ജോർജ്. അടുത്ത പോയിന്റ്, ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ എന്നാണ് ആചരിക്കുന്നത്? ഒക്ടോബർ 15 കേട്ടോ. ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ എന്നാണ് ആചരിക്കുന്നത്? ഒക്ടോബർ 15. അതിൻ്റെ തീം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. തീം യുണൈറ്റ് ഫോർ യൂണിവേഴ്സൽ ഹാൻഡ് ഹൈജീൻ ആണ് കേട്ടോ. എന്താണ് അതിൻ്റെ തീം വരുന്നത്? യുണൈറ്റ് ഫോർ യൂണിവേഴ്സൽ ഹാൻഡ് ഹൈജീൻ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ എന്നാണ് ഒക്ടോബർ 15 ആചരിക്കുന്നത് കേട്ടോ. ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ എന്നാണ് ആചരിക്കുന്നത് ഒക്ടോബർ 15.
അതിൻ്റെ തീം ഒന്ന് ഓർത്ത് വെച്ചേക്കുക, യുണൈറ്റ് ഫോർ യൂണിവേഴ്സൽ ഹാൻഡ് ഹൈജീൻ. എന്താണ് യുണൈറ്റ് ഫോർ യൂണിവേഴ്സൽ ഹാൻഡ് ഹൈജീൻ. മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. എവിടെയാണ് മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി വരാൻ പോകുന്നത്? എവിടെയാണ്? മീററ്റിലാണ്. ഇപ്പോൾ സ്പോർട്സ് യൂണിവേഴ്സിറ്റി മെറിറ്റിലൊക്കെയാണ് ആൾക്കാർ എടുക്കണത് എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. മെറിറ്റ് മീററ്റ്. ഓക്കെ. അടുത്ത 2021 G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇറ്റലിയാണ്. 2022 ഇന്തോനേഷ്യ, 2023 ഇന്ത്യ. എല്ലാം ഈ വെച്ചിട്ട് തന്നെ കേട്ടോ. 21 ആണെങ്കിൽ ഇറ്റലിയാണ്, 22 ആണെങ്കിൽ ഇന്തോനേഷ്യ ആണ്, 23 ഇന്ത്യ. ഇന്ത്യയിൽ എവിടെയാണ്? ന്യൂഡൽഹി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദീർഘദൂര സർവീസുകൾ കാര്യക്ഷമമാക്കുന്നതിനായിട്ട് KSRTC ആരംഭിക്കുന്ന ഉപകമ്പനിയാണ് കെ സ്വിഫ്റ്റ്. അതിൻ്റെ MD ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ബിജു പ്രഭാകർ. അപ്പോൾ നമ്മുടെ KSRTCയിലൊക്കെ ഭയങ്കര പ്രകാശമാണെന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. പ്രഭാകർ കേട്ടോ, ബിജു പ്രഭാകർ. ഓക്കെ. കെ സ്വിഫ്റ്റ് ഓർത്ത് വെച്ചേക്കണേ. റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായിട്ട് സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് തെളിമ. റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായിട്ട് സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് തെളിമ. അടുത്ത പോയിന്റ്, മുൻ സംയുക്ത സൈനിക മേധാവിയായിട്ടുള്ള ബിപിൻ റാവത്തിൻ്റെ മരണത്തിനിടയാക്കിയിട്ടുള്ള ഹെലികോപ്റ്റർ അപകടം നടന്നിട്ടുള്ള സ്ഥലം കൂനൂരാണ് കേട്ടോ, തമിഴ്നാട്ടിലെ കൂനൂരാണ്. ഓക്കെ. ഇവിടെ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു പോയിന്റാണ്, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഓഫ് ഇന്ത്യൻ ആം ഫോഴ്സിൻ്റെ ഇപ്പോഴത്തെ ജനറൽ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അനിൽ ചൗഹാനാണ്. ആരാണ്? അനിൽ ചൗഹാൻ കേട്ടോ. അടുത്ത പോയിന്റ്, സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. നമ്മൾ ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. അടുത്ത പോയിന്റ് നോക്കാം, ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ എ ഗോൾഡ് മെഡൽ അറ്റ് ദി പാരലിമ്പിക്സ്. പാരലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ കിട്ടിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വുമൺ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആവ്നി ലഖേരിയാണ് കേട്ടോ. ആരാണ്? ആവ്നി ലഖേരി. അപ്പോൾ ആവ്നി ലഖേരിക്ക് ഷൂട്ടിങ്ങിനാണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു സ്വർണവും ഒരു ബ്രോൺസും കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. പോയിന്റ് ഓർത്ത് വെച്ചേക്ക്. ഒരു ബ്രോൺസും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാരാലിമ്പിക്സിൽ നമുക്ക് മൊത്തം എത്ര മെഡൽ കിട്ടിയിട്ടുണ്ട്? 19 മെഡൽസാണ് കിട്ടിയിട്ടുള്ളത്. അതിനകത്ത് 5 ഗോൾഡും അതുപോലെ തന്നെ 8 സിൽവറും 6 ബ്രോൺസും ആണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കണേ, 5 ഗോൾഡും 8 സിൽവറും 6 ബ്രോൺസും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ പാരാലിമ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അടുത്ത പോയിന്റ് നോക്കാം, 94ാമത്തെ ഓസ്കർ പുരസ്കാരത്തിനുള്ള ഡോക്യുമെൻ്ററി ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഇന്ത്യൻ സിനിമ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ റൈറ്റിംഗ് വിത്ത് ഫയർ ആണ്. ഏതാണ്? റൈറ്റിംഗ് വിത്ത് ഫയർ. ഓക്കെ. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവല്ലോ, അതൊക്കെ നമ്മളിങ്ങനെ തീയിലിടില്ലേ, ഫയറിലിടും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഡോക്യുമെൻ്ററി ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഇന്ത്യൻ സിനിമയാണ് റൈറ്റിംഗ് വിത്ത് ഫയർ ആണ്. റൈറ്റിംഗ് വിത്ത് ഫയർ. അതിൻ്റെ ഡയറക്ടേഴ്സ് സുഷ്മിത് ഘോഷും അതുപോലെ തന്നെ റിൻഡു തോമസ് ആണ് കേട്ടോ. സുഷ്മിത് ഘോഷും റിൻഡു തോമസ്. ഓക്കെ. അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ്, 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? അവർ മൂവരും ഒരു മഴവില്ലും. അതിൻ്റെ രചയിതാവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ രഘുനാഥ് പാലേരി ആണ് കേട്ടോ. ആരാണ്? രഘുനാഥ് പാലേരി. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച ബാലസാഹിത്യ കൃതിയാണ് അവർ മൂവരും ഒരു മഴവില്ലും. രചയിതാവ് രഘുനാഥ് പാലേരി. ആണവശേഷിയുള്ള ഭൂഖണ്ഡത്തിൻ്റെ ബാലിസ്റ്റിക് മിസൈലായിട്ടുള്ള മിനിറ്റ് മാൻ 3 പരീക്ഷിച്ചിട്ടുള്ള രാജ്യം ഏതാണ്? USA ആണ്. മിനിറ്റ് മാൻ 3 പരീക്ഷിച്ചിട്ടുള്ള രാജ്യം ഏതാണ്? USA എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്, ഇന്ത്യയിലെ ആദ്യ ചീറ്റപ്പുലി സങ്കേതമായിട്ടുള്ള ദേശീയോദ്യാനം കൂനോ പാൽപൂർ ദേശീയോദ്യാനമാണ്. ഏതാണ്? കൂനോ പാൽപൂർ ദേശീയോദ്യാനം മധ്യപ്രദേശിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതായത് 8 ആഫ്രിക്കൻ ചീറ്റാസിനെ നമീബിയയിൽ നിന്ന് ഈ ഒരു കൂനോ പാൽപൂർ ദേശീയോദ്യാനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് 5 ഫീമെയിലും 3 മെയിൽ ആഫ്രിക്കൻ ചീറ്റാസിനെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മൊത്തം 8 ചീറ്റാസ് ആണ് കേട്ടോ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായത് ഉമ്മൻചാണ്ടിയാണ് കേട്ടോ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായത് ഉമ്മൻചാണ്ടിയാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായത് സുരേഷൻ പട്ടേൽ. സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായത് സുരേഷൻ പട്ടേൽ. വിജിലൻസ് ആണ്, പട്ടയൊക്കെ കുടിക്കുന്ന സമയത്ത് വിജിലൻ്റ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ പോലീസ് പിടിക്കുന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായത് സുരേഷൻ പട്ടേൽ. ഇന്ത്യൻ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനം വാങ്ങുന്ന രാജ്യം മലേഷ്യ. ഓക്കെ. തേജസ് യുദ്ധവിമാനമാണ് കേട്ടോ. അത് വാങ്ങുന്ന രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മലേഷ്യയാണ്. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മലയുടെ മുകളിലൊക്കെ കയറി കഴിയുമ്പോൾ നമ്മുടെ മുഖത്തൊരു തേജസ് ഒക്കെ വരും എന്നൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. തേജസ് മലേഷ്യയാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഹൂ വൺ സിൽവർ മെഡൽ ഇൻ ടോക്കിയോ ഒളിമ്പിക്സിൽ. ടോക്കിയോ ഒളിമ്പിക്സിൽ ഭാരോദ്വഹനത്തിൽ സിൽവർ മെഡൽ കിട്ടിയിട്ടുള്ളത് മീരാബായ് ചാനുവിനാണ് കേട്ടോ. 49 കിലോഗ്രാം വിഭാഗത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് നിർമ്മിക്കുന്നത് ഓംകരേശ്വറിലാണ് കേട്ടോ, മധ്യപ്രദേശിൽ. ഓക്കെ.
ഇന്ത്യയിലെ ആദ്യത്തെ യാത്രാ ഡ്രോൺ ഏതാ? വരുണ. ഓക്കെ, യാത്ര എന്നൊക്കെ പറയുമ്പോൾ വരൂ എന്ന് പറയില്ലേ, വരുണയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യാത്രാ ഡ്രോൺ ആണ് വരുണ. ഇന്ത്യയിലെ ആദ്യത്തെ മെറ്റാവേഴ്സ് ക്ലാസ് റൂം കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെറ്റാവേഴ്സ് ക്ലാസ് റൂം കോഴിക്കോടാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയിട്ടുള്ള ഇന്ത്യൻ ബൗളർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജൂലൻ ഗോസ്വാമി. ഓക്കെ, ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയിട്ടുള്ള ഇന്ത്യൻ ബൗളറാണ് അല്ലേ ജൂലൻ. ചൂല് വെച്ചിട്ട് ഇങ്ങനെ തൂത്തെടുക്കുന്ന പോലെ എല്ലാ വിക്കറ്റുകളൊക്കെ ഇങ്ങനെ തൂത്തെടുത്തെന്ന് ആലോചിക്കുക കേട്ടോ. ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയിട്ടുള്ള ഇന്ത്യൻ ബൗളറാണ് ജൂലൻ ഗോസ്വാമി. സർക്കാർ മേഖലയിലെ ആദ്യ ഓൺലൈൻ ടാക്സി സർവീസ് കേരള സവാരി. സർക്കാർ മേഖലയിലെ ആദ്യ ഓൺലൈൻ ടാക്സി സർവീസാണ് കേരള സവാരി. സ്വാതന്ത്ര്യത്തിന്റെ 75ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യ കി ഉഡാൻ പദ്ധതി ആരംഭിച്ചിട്ടുള്ള ടെക് കമ്പനി ഏതാ? ഗൂഗിൾ ആണ്. സ്വാതന്ത്ര്യത്തിന്റെ 75ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യ കി ഉഡാൻ പദ്ധതി ആരംഭിച്ചിട്ടുള്ള ടെക് കമ്പനിയാണ് ഗൂഗിൾ. അടുത്ത പോയിന്റ്, വാട്ടർ സെൻസിറ്റീവ് സിറ്റി ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? കോഴിക്കോടാണ് കേട്ടോ. വാട്ടർ സെൻസിറ്റീവ് സിറ്റി ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? കോഴിക്കോടാണ്. അപ്പോൾ കോഴിയൊക്കെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കേണ്ടി വരുന്ന കണക്ട് ചെയ്യുക കേട്ടോ. വാട്ടറാണ്. ഓക്കെ, ചൂടല്ലേ, അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. വാട്ടർ സെൻസിറ്റീവ് സിറ്റി ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ലയാണ് കോഴിക്കോട്. കുട്ടികൾക്കെതിരെയായിട്ടുള്ള സൈബർ ആക്രമണം തടയാൻ ശിശുവികസന വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള മൊബൈൽ ആപ്പ് ഏതാണ്? കുഞ്ഞാപ്പ്. കുട്ടികൾക്കെതിരെയായിട്ടുള്ള സൈബർ ആക്രമണം തടയാൻ ശിശുവികസന വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള മൊബൈൽ ആപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കുഞ്ഞാപ്പ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുന്ന് ഉപയോഗിക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേട്ടോ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുന്ന് ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ഏറ്റവും കുറവ് ഗുജറാത്ത്. അവർ രാത്രി മാത്രമേ മരുന്ന് കഴിക്കുള്ളൂ എന്ന് കണക്ട് ചെയ്യുക അല്ലേ. ഏറ്റവും കുറവ് ഗുജറാത്ത്. ഇന്ത്യയുടെ 14ാമത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻകർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 14ാമത്തെ ആണ് കേട്ടോ. ഇന്ത്യയുടെ 14ാമത്തെ ഉപരാഷ്ട്രപതി വൈസ് പ്രസിഡന്റ് ആണ് ജഗദീപ് ധൻകർ എന്നുള്ളത് ഓർത്തു വയ്ക്കുക കേട്ടോ. അതേപോലെ തന്നെ ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതി നമ്മുടെ 15th പ്രസിഡന്റ് ആണ് ദ്രൗപദി മുർമു അല്ലേ. അപ്പോൾ ദ്രൗപദി മുർമു ജാർഖണ്ഡിലെ ഗവർണർ കൂടി ആയിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയും 14ാമത്തെ ഉപരാഷ്ട്രപതിയും കേട്ടോ, മാറിപ്പോണ്ട. അടുത്ത് മോദി സർക്യൂട്ട് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? ജിം കോർബറ്റ് ദേശീയോദ്യാനം കേട്ടോ. മോദി സർക്യൂട്ട് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? ജിം കോർബറ്റ് ദേശീയോദ്യാനം. അടുത്ത പോയിന്റ്, വാനര വസൂരി ആദ്യമായിട്ട് മനുഷ്യരിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഏത് രാജ്യത്താണ്? കോങ്കോയിലാണ് കേട്ടോ. വാനര വസൂരി, വാനരം എന്ന് പറഞ്ഞാൽ കുരങ്ങൻ അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് കോങ്കോ ആയിട്ടൊന്ന് ഓർത്ത് വയ്ക്കാം. ഇന്ത്യയിലാണെങ്കിൽ കൊല്ലത്താണ് കേട്ടോ. മങ്കി പോക്സ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൊല്ലത്താണ്. അപ്പോൾ എല്ലാം കോ വെച്ചിട്ട് തന്നെ കേട്ടോ. കോങ്കോ, അതുപോലെ തന്നെ ഇന്ത്യയിലാണെങ്കിൽ കൊല്ലം. അപ്പോൾ അതും ഈ കോ വെച്ചിട്ട് തന്നെ കൊല്ലം. 2022 യൂത്ത് ചെസ് ഒളിമ്പ്യാഡിൻ്റെ വേദി എവിടെയാണ്? ചെന്നൈ ആണ് കേട്ടോ. അതിൻ്റെ ഒഫീഷ്യൽ മാസ്കട്ട് തമ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുതിരയാണ്. അടുത്ത പോയിന്റ്, 4ാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി ഹരിയാന. 4ാമത്തെ ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. 4 കാലുള്ള ആന അല്ലേ. അപ്പോൾ നമ്മുടെ ഹരിയാന എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. ദാക്കഡ് എന്ന പേര് നൽകിയിട്ടുള്ള കാളയാണ് ഈ ഗെയിംസിന്റെ ചിഹ്നം. എന്താണ് ചിഹ്നം? ദാക്കഡ് എന്ന പേര് നൽകിയിട്ടുള്ള കാളയാണ് കേട്ടോ ഈ ഗെയിംസിന്റെ ചിഹ്നം. അടുത്ത പോയിന്റ്, ഫിഫയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സ്ട്രീം ചെയ്തിട്ടുള്ള ആദ്യ ഇന്ത്യൻ സ്പോർട്സ് ഡോക്യുമെൻ്ററിയാണ് മൈതാനം കേട്ടോ. ഫിഫയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സ്ട്രീം ചെയ്തിട്ടുള്ള ആദ്യ ഇന്ത്യൻ സ്പോർട്സ് ഡോക്യുമെൻ്ററിയാണ് മൈതാനം. പിന്നെ ഇവിടെ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന പോയിന്റ്സ്, ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ല ഇബ് ആണ് കേട്ടോ. ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം ഏതാണ്? ല ഇബ്. അതിൻ്റെ പന്ത് ചോദിക്കുകയാണെങ്കിൽ അൽ റിഹ്ലയാണ്. സ്പോൺസർ ചോദിക്കുകയാണെങ്കിൽ ബൈജൂസ് ആണ് കേട്ടോ. പോയിന്റ്സുകൾ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുകയാണ്. ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ഇന്ത്യയുടെ എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻകർ? എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.